നമുക്കൊന്ന് കോളിഫ്ലവർ വെച്ച് ഒരു ഫ്രൈ ഉണ്ടാക്കാം. കോളിഫ്ലവറിൻ്റെ ഫ്രൈ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തതിന് ശേഷം അത് ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് അതിനെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. മഞ്ഞളൊക്കെ ഇടുമ്പോൾ ഇതിനകത്ത് കീടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചത്തുപോകാനാണ് നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് അതിനെ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഉപ്പും മഞ്ഞളും ഇടണം. വൃത്തിയായിട്ട് കഴുകി മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ അടപ്പയിൽ കുറച്ച് ചൂടുവെള്ളം വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം അതിനകത്തും കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ട് ഒന്ന് തിളയ്ക്കുമ്പം ഈ കോളിഫ്ലവർ വാരി അതിനകത്തിട്ട് ഒരു അര വേവാവുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് നമുക്ക് ഫ്രൈ ചെയ്യുമ്പം കോളിഫ്ലവർ വേവാൻ വേണ്ടി നമുക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഈ വെള്ളം തിളച്ചതിനകത്തോട്ട് ഇട്ട് അതൊന്ന് അര വേവാവുന്നവരെ അതിനെ നമുക്ക് വേവിക്കണം. ഒരു 2-3 മിനിറ്റ് തിളയ്ക്കണം. അപ്പോഴത്തേക്കത് വെന്തിരിക്കും. പിന്നെ അതിനെ നമുക്ക് കോരി മാറ്റിയിട്ട് അത് കോളിഫ്ലവറിൻ്റെ മസാല തയ്യാറാക്കി ഫ്രൈ ചെയ്തതിനുള്ള മെത്തേഡ് നോക്കാം. ഇതിൻ്റെ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്ന മസാലകളെന്ന് പറയുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റോ ഉണ്ടെങ്കിൽ നല്ലതാണ്. മുമ്പേ അതിൻ്റെ പേസ്റ്റ് നമുക്ക് എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടി ആവശ്യത്തിന് ഇതൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി, എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് മുളക് പൊടി. ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ജീരകപ്പൊടി, അതിന് ശേഷം ഈ പെരുംജീരകം പൊടിച്ചത് ഇതൊക്കെ ഇട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. എന്ന് പറഞ്ഞാൽ ഗ്രെയിൻസിൻ്റെ പൊടികൾ, കടലപ്പൊടി ഞാനൊരു 3 സ്പൂൺ കടലപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടാതെ കടലപ്പൊടിയും കോൺഫ്ലവർ ഒരു 2 സ്പൂണ്, പിന്നെ നമ്മുടെ മൈദയുടെ പൊടിയും ഒരു 2 സ്പൂൺ ചേർത്ത് സ്വല്പം കുരുമുളകും കൂടെ ചേർത്ത് ഇത് എല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കടലപ്പൊടിയാണ് ഞാനൊരു കൂടുതൽ 3 സ്പൂൺ കടലപ്പൊടിയാണ് എടുത്തത്. അതിൻ്റെ കൂടെ 2 സ്പൂൺ കോൺഫ്ലവറും 2 സ്പൂൺ മൈദ പൗഡറും ചേർത്ത് കുരുമുളക് പൊടി സ്വല്പം ചേർക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി അതിനെ യോജിപ്പിക്കുക. സ്വല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ആവുന്നവരെ യോജിപ്പിക്കാം. സ്വല്പം കുരുമുളക് പൊടി, ആവശ്യത്തിന് എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഇനി അതിനെ നല്ലതായിട്ട് സ്പൂൺ വെച്ച് എഗ് ബീറ്റർ വെച്ച് നല്ലതായിട്ടൊന്ന് അടിച്ച് ഇളക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സ്വല്പം വെള്ളം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അതിന് പേസ്റ്റ് രൂപത്തിൽ ആക്കണം. തോനെ വെള്ളം ചേർക്കണ്ട, നമുക്ക് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇതിനെ ഒന്ന് ഇളക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ ഒരു പരുവമായിട്ടുണ്ട്. മസാലയും ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് വെക്കണം.
ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ ആയിരുന്നാൽ മതി. വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമുക്ക് അതിനകത്ത് പിടിക്കത്തില്ല ഈ പേസ്റ്റൊന്നും. ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കിയാൽ നല്ലത്. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ ഫ്ലവർ ഇട്ട് ഒന്ന് ഇളക്കി വെക്കാം. നല്ലതായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ആ അരപ്പെല്ലാം ആ പേസ്റ്റെല്ലാം കോളിഫ്ലവറിനകത്ത് പിടിക്കത്തക്കവണ്ണം നല്ലതായിട്ടൊന്ന് ഇളക്കി അതിനെ ഒന്ന് അടച്ചു വയ്ക്കുക. കുറച്ച് നേരത്തേക്ക് നമുക്കതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ചീനിച്ചട്ടി വെച്ച് നമുക്ക് എണ്ണ ചൂടാക്കി അതിനകത്ത് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഇതിന് ഒരു 10 മിനിറ്റ് റെസ്റ്റായിട്ടിരിക്കും. അതിന് ശേഷം നമുക്ക് ചീനിച്ചട്ടിക്കകത്ത് എണ്ണയൊഴിച്ച്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്, എണ്ണയൊഴിച്ച് അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് എണ്ണയെ ഒഴിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് റീയൂസ് ചെയ്യാനൊക്കെ പ്രയാസമായതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്ത് വറുത്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ മൂത്തൊന്നറിയാൻ വേണ്ടി ഞാൻ സ്വല്പം കടുകാണ് ഇട്ട് നോക്കുന്നത്. കടുക് പൊട്ടുമ്പോൾ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഫ്ലവർ എടുത്ത് മിക്സാക്കി വെച്ചേക്കുന്നത് ഓരോന്നോരോന്നായിട്ട് പറക്കിയിട്ട് നമുക്കതിനെ വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. പകുതിയോളം കോളിഫ്ലവർ നമ്മൾ ഇതിനകത്തിട്ട് ഇനി അതൊന്ന് മൂക്കട്ട് വളരെ ഇളക്കണ്ട. ഒരു മിനിറ്റൊക്കെ ഒന്ന് കിടന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ടാൽ മതി. ശരിയൊന്ന് തീ കുറച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് മറിച്ചിടാം. നമ്മൾ മറിച്ചിട്ട് പിന്നെ 1-2 പ്രാവശ്യം മറിച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോഴും നമുക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ നല്ല കളറായിട്ടുണ്ട്, റെഡ് കളർ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കോരി മാറ്റാം. ഫ്ലവർ നേരത്തെ നമ്മൾ വേവിച്ചതായതുകൊണ്ട് ഫ്ലവർ വേകാൻ വേണ്ടി നമുക്ക് നോക്കിയിരിക്കേണ്ട കാര്യമില്ല. മുകളിലത്തെ കോട്ടിങ് മാത്രം മൂത്താൽ മതി. അത്ര എളുപ്പമാണ് കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കോരി മാറ്റിയിട്ട് നമുക്ക് ബാക്കി ഇരിക്കുന്ന ഫ്ലവറും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചായക്ക് നാസ്തയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ചായക്ക് കടിയായിട്ട് ഉപയോഗിക്കാം. വൈകിട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക, ഉണ്ടാക്കാൻ ശ്രമിക്കുക, ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പിന്നെ